ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരവേ ഈ വിഷയത്തിൽ ഇന്ത്യ എന്തു ചെയ്യും, എന്ത് നിലപാടെടുക്കും എന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണങ്ങളെയും ടെഹ്റാനിൽ നിന്നുള്ള പ്രതികാര ഭീഷണികളെയും തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ദിനം പ്രതി രൂക്ഷമാവുകയാണ്. ഇറാനുമായും ഇസ്രായേലുമായും ഒരേ സമയം കൃത്യമായ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘർഷം ഉടൻ കുറയ്ക്കാനും ചർച്ച നടത്താനുമാണ് ആവശ്യപ്പെട്ടത്. ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച വിവരം പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനുമായി നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തെന്നും സമീപകാലത്തെ സംഘർഷങ്ങളിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചതായും പ്രധാനമന്ത്രി പറയുന്നു. പ്രാദേശിക സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗമായി സംഘർഷം ഉടനടി കുറയ്ക്കുന്നതിനും സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും ചർച്ചകൾ നടത്തി സമാധാനം കൊണ്ടുവരാനും നയതന്ത്രത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ആഹ്വാനം ആവർത്തിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. അതായത് ഇതിൽ നിന്ന് തന്നെ എന്താണ് ഇന്ത്യയുടെ നയമെന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഇനിയും യുദ്ധം നീളരുതെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകളിലേക്ക് കടക്കണമെന്നുമാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. മേഖലയിൽ യുദ്ധം നീളുന്നത് ഇന്ത്യയടക്കം സാരമായി ബാധിക്കാൻ ഇടയുണ്ടതാനും. ഈ സാഹചര്യത്തിൽ ഈ മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. സമീപകാലത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ആശങ്ക പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇരുപക്ഷത്തെ ആക്രമണങ്ങളെയോ അതിനെ എതിർക്കാനോ അനുകൂലിക്കാനോ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മേഖലയിലാകെ സമാധാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ചർച്ചയിലൂടെയാകണമെന്ന് മാത്രമാണ് അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ആവർത്തിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥിരമായ വിദേശ നയ നിലപാടിന്റെ വ്യക്തമായ പ്രതിഫലനമാണിത്. ഉടനടി സംഘർഷം കുറയ്ക്കൽ, സംഭാഷണം നടത്തുക, നയതന്ത്രം, ഇത് മാത്രമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനർത്ഥം ഇറാനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നല്ല, മറിച്ച് ഊർജ്ജ സുരക്ഷ, പ്രതിരോധ സഹകരണം, പ്രാദേശിക സ്ഥിരത, പ്രവാസി സംരക്ഷണം എന്നിവയുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇന്ത്യക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അനുയോജ്യമായ ഒരു പ്രായോഗികമായ വിദേശ നയം ഇന്ത്യ സ്വീകരിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആഴത്തിൽ വേരൂന്നിയതാണ്. ഇസ്രായേൽ ഇന്ത്യയുടെ മുൻനിര ആയുധ വിതരണക്കാരിൽ ഒരാളാണ് താനും. സൈബർ സുരക്ഷ, കൃഷി, ബഹിരാകാശ സാങ്കേതികവിദ്യ എന്നിവയിലെ പ്രധാന പങ്കാളിയുമാണിത്. മോദി സർക്കാർ അധികാരത്തിൽ ഏറിയതോടുകൂടി ഈ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കിയിട്ടുമുണ്ട്. നമുക്കറിയാം 1991-92 കാലഘട്ടത്തിലോടുകൂടി ഇന്ത്യ ഗ്ലോബലൈസേഷനിലേക്കൊക്കെ കടക്കുന്നുണ്ട്. ഈ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം അത്യാധുനിക ആയുധങ്ങൾ, ബറാക്ക് 8 പോലെയുള്ള മിസൈൽ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സൈബർ പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവ നൽകുന്ന ഇസ്രായേൽ ഇന്ത്യയുടെ മുൻനിര ആയുധ വിതരണക്കാരിൽ ഒന്നാണ്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും രഹസ്യാന്വേഷണ പങ്കിടലിലും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിലും സാങ്കേതിക പുരോഗതിയിലും ഒരു പ്രധാന പങ്കാളിയാക്കിയത് മോദി ഭരണത്തോടെയാണ്. മറുവശത്ത് ഇറാന്റെ കാര്യമോ? ഇറാൻ ഇന്ത്യയുടെ ഒരു സുപ്രധാന തന്ത്രപരമായ പങ്കാളിയെ തുടരുകയാണ്. ഇന്ത്യയും ഇറാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത, അതായത് ഇന്ത്യയുടെ തന്നെ ചബഹാർ തുറമുഖം പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമൊക്കെ ഇന്ത്യയുടെ ഒരു കവാടമായി പ്രവർത്തിക്കുന്ന നിർണായക ബഫർ സോണാണ്. എണ്ണ വിതരണക്കാരായ ഇറാന്റെ പങ്ക്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഷിയ മുസ്ലിം ജനസംഖ്യയുമായുള്ള എൻ്റെ സാംസ്കാരികവും നാഗരികവുമായ ബന്ധങ്ങളും ഉഭയകക്ഷി ബന്ധത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. ഇനി ഇന്ത്യ എന്തുകൊണ്ടാണ് നിലപാടില്ലാതെ തുടരുന്നു എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ആർക്കും ഒപ്പം നിൽക്കുന്നില്ല എന്ന ഉത്തരത്തിന്, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് നമുക്ക് ഒരു കാരണമുണ്ട്: നിഷ്പക്ഷത. നിഷ്പക്ഷത എന്നാൽ നിസ്സംഗതയല്ല എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയുടെ നിഷ്പക്ഷത ദേശീയ താല്പര്യവും പ്രാദേശികവും പ്രായോഗികതയുമുള്ള ഒരു നിലപാടാണ്. ഇന്ത്യ ഇന്ന് തന്ത്രപരമായ സ്വയംഭരണമുള്ള ഒരു രാജ്യമാണ്. ശീതയുദ്ധ കാലഘട്ടത്തിലൊക്കെയാണ് ഏത് ചേരിയിൽ നിങ്ങൾ നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ വേൾഡ് ഓർഡറൊക്കെ മാറിയിരിക്കുന്നു. പൂർണ്ണമായും ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇന്ത്യയുടെ സമുദ്ര വ്യാപാര പാതകളെ, ആഗോള എണ്ണവിലയും ഗൾഫിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തെയും ഗുരുതരമായി ബാധിക്കും. അതിനാൽ ഇന്ത്യയുടെ നയതന്ത്രം പ്രാക്ടിക്കൽ ലെവലിൽ ഇതെങ്ങനെ പരിഹരിക്കാം എന്നതാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ ഏകദേശം 40% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ആക്രമിച്ചാൽ ഉടനടി എണ്ണവില വർദ്ധിക്കും, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കും. 8 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്നുണ്ട്. അവർ ജോലി ചെയ്യുന്നുണ്ട്. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഏതൊരു സൈനിക നീക്കവും അവരുടെ സുരക്ഷയെ അപകടത്തിലാക്കും, ചിലപ്പോൾ കൂട്ട കുടിയൊഴിപ്പിക്കലിന് കാരണമാകും. ഇതൊക്കെ ഇന്ത്യക്ക് പ്രതിസന്ധിയാണ്. ഇറാൻ പൂർണ്ണതോതിലുള്ള യുദ്ധമേഖലയായി മാറിയാൽ ഈ മേഖലയിലെ ഇന്ത്യയുടെ നിക്ഷേപങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചബഹാർ തുറമുഖ പദ്ധതി അടക്കമുള്ളവയ്ക്ക് കൊളാറ്ററൽ ഡാമേജുകൾ ഉണ്ടാകും.
പ്രസിഡന്റ് പെസഷ്കിയാനുമായി സംസാരിച്ചതുപോലെ തന്നെ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ മോദി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കാൻ മാത്രമല്ല പശ്ചിമേഷ്യയിൽ ഉടനീളം ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് നിഷ്പക്ഷ നയമാണുള്ളത്. അത് എല്ലാ കാലഘട്ടത്തിലും, ഒരു പക്ഷേ മോദി ഭരണത്തിന് ശേഷം അത് അങ്ങനെ തന്നെയാണ്. ബ്രിക്സ് അല്ലെങ്കിൽ UN പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ ബഹിരാഷ്ട്ര ചർച്ചകൾക്കായി സമ്മർദ്ദം ചെലുത്തുക, മധ്യസ്ഥനായി പ്രവർത്തിക്കുക, ടെലവീവുമായും ടെഹ്റാനുമായും ബാക്ക് ചാനൽ നയതന്ത്രം തുടരുക എന്നിവ മാത്രമാണ് ഇന്ത്യ ഇനി സ്വീകരിക്കാൻ സാധ്യതയുള്ള നയങ്ങൾ. ധാർമ്മികതയിൽ മാത്രമല്ല ഭൗമരാഷ്ട്രീയ അതിജീവനത്തിൽ വേരൂന്നിയൊരു നിലപാടാണത് എന്നുള്ള പ്രാക്ടിക്കൽ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കൂ, എനിക്കോ നിങ്ങൾക്കോ ഇവിടെ ഇരുന്ന് ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കണം, ഇറാനൊപ്പം നിൽക്കണം എന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ അതിനൊരു സാധാരണക്കാരനായ പൗരനായതുകൊണ്ട് അത് സാധിക്കും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിലപാടെടുക്കുമ്പോൾ ആ രാഷ്ട്രത്തിന് ഒരുപാട് കാര്യങ്ങളിൽ പ്രായോഗിക തലത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് കൃത്യമായ വിദേശ നയങ്ങളുണ്ട്, വിദേശ നിക്ഷേപങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഓരോ രാഷ്ട്രത്തിനടുത്തും വ്യത്യസ്തമായ നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ ഗുണപ്രദമാണോ ദോഷകരമാകുമോ എന്നത് മാത്രമാണ് ഇന്ത്യ പരിഗണിക്കുന്നത്.